നമസ്കാരം. സ്പോർട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്നത് ആസൂത്രിത സ്വർണ്ണക്കൊള്ളയാണെന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ ഇളക്കി മാറ്റിയത് ഒരു പരിശോധനയും ഇല്ലാതെയാണ്. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിച്ചുവെന്ന് മഹസറിൽ പറയുന്നു. മഹസറിൽ അടിമുടി ദുരൂഹതകളുമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ഉടൻ റാന്നി കോടതിയിൽ ഹാജരാക്കും. 2019 ജൂലൈ 19 സ്വർണ്ണപ്പാളികൾ അഴിച്ചപ്പോൾ ഹാജരാകാതെ മേൽനോട്ട ചുമതല വഹിക്കുന്നതിൽ ബൈജു ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികളും ആരംഭിച്ചു. 6 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ബോർഡ് മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കം തടയും എന്നുള്ള നിലപാടിലാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഒപ്പം ശശി നാരായണനും പത്തനംതിട്ടയിൽ നിന്ന്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇനി ഇതിൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? എൽദോ, രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷും ഈ പ്രത്യേക അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന SP ശശിധരനും നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായാണ് ഈ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ നടപടിയിൽ കൃത്യമായി കോടതി പൂർണ്ണമായി തൃപ്തി രേഖപ്പെടുത്തുകയും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയിൽ പൂർണ്ണ തൃപ്തിയെന്ന് കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ തുടരന്വേഷണം കൃത്യമായി തന്നെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ കേസിലെ 4ാമത്തെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റിൽ നിന്നാണ് മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനായി ഈഞ്ചക്കലെ ഓഫീസിൽ നേണ്ട 11:30 കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും കോടതിയിൽ ഹാജരാക്കാം. അതോടൊപ്പം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം 2 പേർക്ക് വേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും SIT കോടതിയിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലൊന്ന് സുധീഷ് കുമാറാണ്, മറ്റൊന്ന് മുരാരി ബാബുവാണ്. ഈ 2 പേരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനൊപ്പം ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന ഈ മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടിയായ ഈ KS ബൈജുവിനെ കൂടി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടികൾ SIT ആരംഭിക്കും. അങ്ങനെ ഇവരെ 3 പേരെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കമായിരിക്കും SITയുടെ ഭാഗത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടത്. അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിർണായകമായി മാറും. മാത്രവുമല്ല, അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കൃത്യമായി ഏത് തരത്തിലാകും ഇതുമായി ബന്ധപ്പെട്ട് N. വാസു ഉൾപ്പെടെയുള്ള പ്രമുഖരിലേക്ക് അന്വേഷണം എത്തുക, അതിന് മുന്നോടിയായി ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് പൂർത്തിയാക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം 2019 ഭരണസമിതിയുടെ തലപ്പത്തുണ്ടായിരുന്ന A. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ വൈകാതെ തന്നെ N. വാസുവിന് സമാനമായ തരത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ N. വാസുവിനെതിരെ കടുത്ത ഒരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്തരത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഡാൻ, ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയുമായി നീങ്ങുന്നു എന്നുള്ള നിലപാടിലാണല്ലോ. അതും മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ പോലും നൽകില്ല എന്നുള്ള ഒരു സാഹചര്യം. അതിൽ എന്തൊക്കെയാണ് ദേവസ്വം ബോർഡ് എടുക്കുന്ന മുൻകരുതലുകൾ? അല്ലെങ്കിൽ ഇനിയെങ്കിലും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന്? മുഖം രക്ഷിക്കാനുള്ള നടപടിയെന്ന് മാത്രമേ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ നടപടികളെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. വിരമിച്ച 6 ജീവനക്കാർക്കെതിരെയാണ് കാരണം കാണിക്കലിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ കാരണം കാണിക്കൽ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ ഒരുപക്ഷെ പെൻഷൻ അടക്കം തടഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്നാണ് RG രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്ന് ഉറപ്പായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടി, ഈ അന്വേഷണ സംഘത്തിൻ്റെ ഇനിയുള്ള നീക്കം എന്താണ്? പ്രധാനമായും ഈ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന്? അത്തരത്തിലുള്ളൊരു ശ്രമം ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് ഈ മുരാരി ബാബുവിന് വേണ്ടിയും അതോടൊപ്പം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത
മറ്റൊരാൾക്ക് വേണ്ടിയും, അതായത് ഈ KS ബൈജുവിനെ ഇന്നായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനപ്പുറത്തേക്ക് മുരാരി ബാബു, സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയാകും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന സാഹചര്യമുണ്ടായാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വരുത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അവരെ വിശദമായി ചോദ്യം ചെയ്യും. ഒരുപക്ഷെ 10-ാം തീയതിക്കകത്ത് തന്നെ അത്തരമൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകാനാണ് നിലവിലെ സാധ്യത. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ പത്തനംതിട്ടയിൽ അവിടെ റാന്നി കോടതിയിൽ അല്പസമയത്തിനകം KS ബൈജുവിനെ ഹാജരാക്കും. മുൻ തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തെ ഹാജരാക്കും ഉടൻ തന്നെ റാന്നി കോടതിയിൽ. അതിൻ്റെ വിവരങ്ങൾ ശശി നാരായണൻ നൽകും. ശശി, എപ്പോഴാണ് ഈ കോടതിയിലെത്തിക്കുക? എന്തോ അല്പസമയത്തിനകം തന്നെ ഈ തിരുവാഭരണ കമ്മീഷൻ KS ബൈജുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ഈ പ്രധാനമായും ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, രണ്ടുപേരുടെ കസ്റ്റഡി വാങ്ങാനുള്ള തീരുമാനമാണ് ഉള്ളത്. അത് പ്രധാനമായും സുധീഷ് കുമാറിന്റെയും ഒപ്പം മുരാരി ബാബുവിന്റെയും രണ്ടുപേരുടെയും കസ്റ്റഡി വാങ്ങാനാണ് SIT തീരുമാനിച്ചത്. ഒപ്പം ഈ 10-ാം തീയതിയോട് കൂടിയാണ് കസ്റ്റഡി കാലാവധി. ഉണ്ണികൃഷ്ണൻ ബജറ്റ് 1-ാം തീയതിയായ ഉണ്ണികൃഷ്ണൻ ബജറ്റിയുടെ കസ്റ്റഡി കാലാവധി 10-ാം തീയതി അവസാനിക്കും. അതിനു മുമ്പായി ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി ശബരിമലയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനും SIT തീരുമാനിച്ചിട്ടുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഗൂഢാലോചന നടത്തിയത് ഈ 3 പേരും കൂടി ചിലപ്പോൾ ഒരു പക്ഷേ നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം SITക്കുണ്ട്. അതുകൊണ്ട് ഈ 3 പേരെയും അവരുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് ഉണ്ണികൃഷ്ണൻ കസ്റ്റഡി കാലാവധി തീരുന്നതിനൊപ്പം തന്നെ ഈ സുധീഷ് കുമാറിനെയും ഒപ്പം ഈ മുരാരി ബാബുവിനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചെയ്യലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സുധീഷ് കുമാർ കഴിഞ്ഞ ദിവസം നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് പരിശോധിക്കുക എന്നൊരു കാര്യം കൂടി അന്വേഷണ സംഘത്തുണ്ട്. അതുകൊണ്ട് ശബരിമലയിലേക്ക് ഈ 3 പേരെയും ഒന്നിച്ചിരിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടിയാൽ ഇവരെ ശബരിമലയ്ക്ക് ഒരുപക്ഷെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അല്പസമയത്തിനകം തന്നെ മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ KS ബൈജുവിനെ റാന്നി കോടതിയിൽ എത്തിക്കും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം എടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു ഗൂഢാലോചന ഈ 3 പേരും ചേർന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കാരണം 2019 ഉദ്യോഗസ്ഥ തലത്തിൽ ചില കാര്യങ്ങൾ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിൽ ഉണ്ടായിരുന്ന അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ ചില ഗൂഢാലോചനകൾ ഈ സ്വർണ്ണ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് SITക്കുള്ളത്. അത് കൃത്യമായി അതിന്റെ പരിശോധന നടത്തി കണ്ടെത്തുക എന്നുള്ളതാണ്. മഹസറിലടക്കം വലിയ ഗുരുതരമായ അതാണ് ശശി, മഹസറിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതുമാണ്. ആസൂത്രിതമായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയാണ് നടന്നത് എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചൂണ്ടുവലയെ തന്നെ അതിനെ കണക്കാക്കണം. ശ്രീകോവിലിൻ്റെ സ്വർണ്ണവാതിൽ ഒരു പരിശോധനയും കൂടാതെ ഇളക്കി മാറ്റുന്നു. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് മഹസറിൽ പറയുന്നത്. മഹസറിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് തന്നെ പറയണ്ടേ? എന്തോ തീർച്ചയായും മഹസറിലാണ് ദുരൂഹത. കാരണം 2019 ജൂലൈയിലാണ് ഈ സ്വർണ്ണ പൂശിനു വേണ്ടി ദ്വാരപാല ശില്പങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. ആ സമയത്ത് സാധാരണഗതിയിൽ ഇത് തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യത്തിൽ വേണം ഇത് അരിച്ചെടുത്ത് കൊണ്ടുപോകേണ്ടത്. പക്ഷേ തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യമില്ലാതെയാണ് ഇത് അരിച്ചെടുത്തോണ്ട് പോയത്. അതിൽ പ്രധാനമായും കൊണ്ടുവന്ന രേഖകളും അത്ര തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒപ്പിട്ടിരിക്കുന്നു ഈ പറയുന്ന സുധീഷ് കുമാർ അടക്കമുള്ള ജീവനക്കാരാണ് ഒപ്പിട്ടിട്ടുള്ളത്. ആ കൊണ്ടുപോയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പോയി തിരികെ കൊണ്ടുവരുമ്പം ഇത് ഈ തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യമില്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രധാനമാണ്. ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ ഏത് കാര്യം ഒരു മണി അടക്കം കൊണ്ടുപോയാലും അതെല്ലാം മഹസറിലും രജിസ്റ്ററിലും കൃത്യമായും സൂക്ഷിക്കേണ്ടതാണ്, രേഖപ്പെടുത്തിയാണ്. അത്ര വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പഴയ സ്വർണം, പഴയ കട്ടള, അതായത് ശ്രീകോവിലിന്റെ കട്ടള വാതിൽ, ആ വാതിൽ കൊണ്ടുപോകുമ്പോൾ ഈ അതിൽ സ്വർണം പൂശിയ വിവരങ്ങൾ കൂടി ഈ മഹസറിലില്ല. നേരത്തെ വിജയമല്യ സ്വർണം പൂശി കൊടുത്ത് 98 സ്വർണം പൂശി കൊടുത്തിട്ടുള്ളതാണ്. അത് ആ സ്വർണ്ണപ്പാളിയുടെ കൊണ്ടുപോകുമ്പോൾ ആ മഹസറിൽ അത്ര സൂചിപ്പിച്ചിട്ടില്ല. അത് വെറും ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ സുധീഷ് കുമാറിന്റെ കാലഘട്ടത്തിലാണത്. എക്സിക്യൂട്ടീവ് ഓഫീസറായി അദ്ദേഹം ഉള്ള കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പം ആ രേഖകളിൽ ആ മഹസറിൽ അത്തരത്തിലില്ല. അത് തിരികെ കൊണ്ടുവരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറ്റി ഈ കട്ടള കഥ സ്വർണം പൂശി കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്
സ്വർണ്ണപ്പാളി എന്ന് രേഖപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. പക്ഷെ കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളി എന്ന് തന്നെയാണ് ആ മകസർ സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ തന്നെ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കോടതി ഇത് വലിയ ഇതിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ശാസ്ത്രീയമായ ഒരു പരിശോധന ശബരിമലയിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടത്. കാരണം സ്വർണം ഈ ഏത് തരത്തിലാണ് ഇത് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് അല്ലെ കവർ തരത്തിലുള്ളത്, എങ്ങനെയാണ് ഈ രേഖകളിൽ ഒന്നും കാണാതെ ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നുള്ള ആശങ്ക കൂടി കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയമായ പരിശോധന ശബരിമലയിൽ നടത്തണമെന്ന് SIT ആവശ്യപ്പെട്ടുള്ളത്. അത് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള നടപടികൾ വരും ദിവസങ്ങളുണ്ടാകും. എന്തായാലും ഇന്ന് അല്പസമയത്തിന് തന്നെ ഈ തിരുവാഭരണ കമ്മീഷൻ KS ബൈജുവിനെ ഇവിടെ റാന്നി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഒരുപക്ഷെ കസ്റ്റഡി വാങ്ങാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമുണ്ട്. അതും അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത്. ഇന്നത് കിട്ടാനും ലഭിക്കാനും സാധ്യതയുണ്ട്. ശശി, അവിടെ തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ടോ സന്നിധാനത്ത്? എന്തോ തീർച്ചയായും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ കസ്റ്റഡി വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങണമെന്ന ആവശ്യം ഇപ്പം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും രണ്ടുപേരും കൂടെ വേണം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൂന്ന് പേരെയും ഒന്നിച്ചിരുത്തി കസ്റ്റഡിയിൽ ശബരിമലയിൽ കൊണ്ടുപോയി അവരെ ചോദ്യം ചെയ്യുകയും തെളിവെടുക്കാനും സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ ഈ കേസ് ബൈജിനെ അടക്കം ഇവിടെ കൊണ്ടുവരും. കസ്റ്റഡി ഇത് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡി കിട്ടിയാൽ ഒരു പക്ഷേ ഈ മൂന്ന് പേരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം മുരാരി ബാബു സുധീഷ് കുമാർ ഈ മൂന്ന് പേരെയും ഒരു പക്ഷേ സന്നിധാനത്തെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള നടപടികൾ ചിലപ്പോൾ അതിനുള്ള നടപടിയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം ഉണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ അറിയുന്ന വിവരം. റൈറ്റ്. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. ഞാൻ ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഡാൻ, ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാ ആസ്തികളുടെയും ചുമതലക്കാരൻ നിയമപരമായി അത് തിരുവാഭരണം കമ്മീഷണറാണ്. KS ബൈജു ആ പദവിയിലിരിക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അവിടെ ഒരു അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം അതിൽ കണ്ണടയ്ക്കുന്ന മട്ടിൽ കുരുക്കല്ലേ ബൈജുവിലേക്ക് നീങ്ങുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തത്. അതായത് ബൈജുവിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഗൂഢാലോചനയിൽ ഏത് തരത്തിലാണ് അറിവുള്ളത് എന്ന കാര്യത്തിൽ SITക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റുമ്പോൾ കൃത്യമായി മഹസറിൽ അത് രേഖപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് സാന്നിധ്യം വഹിക്കേണ്ടയാളാണ് തിരുവാഭരണ കമ്മീഷണർ. ആ ചുമതല ഉണ്ടായിരുന്ന KS ബൈജു ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. മാത്രവുമല്ല, ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നീക്കം ഈ KS ബൈജുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും SIT വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ അത് ആർക്ക് വേണ്ടി എന്നതാണ് ഉയരുന്ന ചോദ്യം. അവിടെയാണ് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു ഉൾപ്പെടെയുള്ളവരിലേക്കുള്ള സംശയം ബലപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് SIT എത്തുന്നത്. അവിടെയാണ് ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളുടെ ഭാഗമായി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. റൈറ്റ്. എന്താണെങ്കിലും ഇത് ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അല്പസമയത്തിനകം KS ബൈജുവിനെ അവിടെ റാന്നി കോടതിയിൽ ഹാജരാക്കും. സമഗ്രമായിട്ടുള്ള വിവരങ്ങളാണ് നൽകിയത് ഡാൻ കുര്യനും ഒപ്പം ശശി നാരായണനും പത്തനംതിട്ടയിൽ.